എല്ലാവർക്കും സഫിസോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നല്ല അടിപൊളി അയല മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ: തേങ്ങ ചിരകിയത്, പച്ചമാങ്ങ, തക്കാളി, പച്ചമുളക്. തേങ്ങയിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. കാരണം എപ്പോഴും എരിവ് കുറവാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ മിക്സഡായിട്ട് പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത്. അപ്പം 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ, മല്ലിപ്പൊടി ഇടുന്നില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, അത്യാവശ്യം തക്കാളിയൊക്കെ ഇടുന്നതുകൊണ്ട്, പിന്നെ ചെറിയ ഉള്ളി. അപ്പോൾ ചട്ടി എടുക്കുക, തേങ്ങയും ഇതൊക്കെ നന്നായിട്ട് അരച്ച് ഞാൻ മിക്സിയിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ചട്ടിയിലേക്ക് മാങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇത് നല്ല നാടൻ മാങ്ങയാണ്, നമ്മുടെ ഇവിടുത്തെ ഓണർ തന്നെയാണ്, നമ്മളെ ഹൗസ് ഓണർ തന്നെയാണ്. നല്ല നാടൻ മാങ്ങ. പിന്നെ തക്കാളി വരവ് തക്കാളി, കടയിൽ നിന്ന് വാങ്ങിച്ച തക്കാളിയാണ്. പിന്നെ പച്ചമുളക്. പിന്നെ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന ഒരു സാധനമാണ് ഈ സാമ്പാർ മുളക്, തൊണ്ടൻ മുളക് എന്നൊക്കെ പറയും. അപ്പം അതും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചിട്ട് വന്ന തേങ്ങ. മല്ലിപ്പൊടി അരയ്ക്കില്ല കേട്ടോ, പച്ചയ്ക്ക് വെക്കുന്നത് കൊണ്ട്. അയലമീൻ ഇതൊരു പച്ചമാങ്ങ ഇട്ട് വെക്കുന്ന കറിയാണ്. വേണേ ഇതിൽ മുരിങ്ങയ്ക്ക ഇടാം. ട്രിവാൻഡ്രത്തുള്ളവരെല്ലാവരും മുരിങ്ങയ്ക്ക ഇടും. എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിലൊന്നും മുരിങ്ങയ്ക്ക ഇടൂല, പക്ഷെ ഇവിടെ ഇടും. എൻ്റെ അമ്മയാണെങ്കിൽ എല്ലാ മീൻ കറിയിലും മുരിങ്ങയ്ക്ക ഇടും. മുരിങ്ങയ്ക്ക അമ്മയുടെ ഒരു വീക്ക്നെസ്സാണ്. അമ്മ മുരിങ്ങയ്ക്ക വെച്ച് തോരനൊക്കെ വെക്കും, നല്ല ടേസ്റ്റാണത്. അമ്മയുടെ സ്വന്തം നാട് ഈ കോവളം ആ ഏരിയയാണ്. അപ്പം അമ്മ നല്ല അടിപൊളിയായിട്ട് അവിയലൊക്കെ വെക്കും. അപ്പം നന്നായിട്ട് ഒന്ന് അരപ്പ് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഗ്യാസ് കത്തിച്ച് അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് കൊടുക്കുക, അടച്ചു വെക്കുക. ഞാൻ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ തലേദിവസം മീൻ വെട്ടി വെക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ അരപ്പ് വെച്ചിട്ട് അത് തിളയ്ക്കുമ്പോൾ മീൻ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ മീനിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കും, നേരെ ഗ്യാസിൽ വെച്ച് കത്തിക്കും. അത് ആവുന്ന സമയത്ത് ഒരു മീഡിയം തീ വെച്ച് കൊടുക്കും. അതവിടെ ആവുന്ന സമയത്ത് ഞാൻ മീൻ വെട്ടിയിട്ട് വരും. നല്ല പച്ച അയല മീനാണ് കിട്ടിയത്, നല്ല പച്ച മീനാണ്. നമ്മളിപ്പോൾ താമസിക്കുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ജംഗ്ഷനിൽ തന്നെ ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റിയുടെ എന്നാൽ ഞാൻ മുമ്പും കല്ലയത്ത് താമസിച്ചിരുന്നപ്പം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങും, അല്ലെങ്കിൽ ശീമമുള്ള ജംഗ്ഷനിൽ മാർക്കറ്റിൽ പോയി വാങ്ങും. അപ്പോൾ എനിക്ക് ഈ മീൻ വെട്ടുമ്പം നിർബന്ധമായും അതിൻ്റെ ആ വയറിൻ്റെ ആ ഭാഗത്ത് കറുത്ത കളറ് കാണാൻ പാടില്ല. എനിക്കത് ഭയങ്കര അസ്വസ്ഥതയാണ്. ചില ആളുകൾ വെട്ടുമ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട് അവിടെ ഇങ്ങനെ കറുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മീൻ വെട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വലിയ മീനൊക്കെ ആണെങ്കിൽ എനിക്ക് തന്നെ അത് വെട്ടിയെടുക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ മീൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ 3 മീൻ ഞാൻ കറി വെക്കാനായിട്ട് എടുക്കും, അതിൽ 2 മീൻ ഞാൻ വറുക്കാനായിട്ട് എടുക്കും. അപ്പം മീൻ പൊരിച്ചതും മീൻ കറിയും ഇല്ലാണ്ട് ചോറ് കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് വേണം. അത് വാപ്പ പണ്ട് അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം. നമ്മുടെ വീട്ടിൽ റേഷനരി ഒന്നും വാങ്ങിച്ചിട്ടില്ല. എത്ര ഇനി എന്തെന്ന് പറഞ്ഞാലും വാപ്പ റേഷനരി കഴിക്കില്ല. നമ്മുടെ വലിയ ജയരിയോ അങ്ങനെയുള്ള അരിയേ വാങ്ങുള്ളൂ. ഇതിപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പുരട്ടാണ്. അതും കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങ നീര്. മീൻ പൊരിക്കുമ്പോൾ ചൂര മീൻ, അയല അങ്ങനെയുള്ള മീനൊക്കെ പൊരിക്കുമ്പോൾ നാരങ്ങയോ ശകലം പുളിയോ പിഴിഞ്ഞൊഴിച്ചാൽ നമുക്ക് ആ ഒരു ചൊവ്വ കിട്ടില്ല, നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പം ഞാൻ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മീനിൽ നന്നായിട്ട് പുരട്ടി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കും. ആ തിളയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഈ പച്ചമാങ്ങയൊക്കെ ഇടുന്ന മീൻ കറിക്ക് ഒരു പ്രത്യേക മണമാണ്. അപ്പം ഞാൻ ഇതൊന്ന് നന്നായിട്ട് പുരട്ടി വെച്ചതിന് ശേഷമാണ് നമ്മുടെ മീനൊക്കെ പറക്കി നമ്മുടെ മീൻ കറിയിലോട്ട് ഇടുന്നത്. പണ്ട് നമ്മുടെ എഴുപ്പുറത്തൊരു ഉമ്മാമ്മ ഉണ്ടായിരുന്നു, നബീസ എന്നാണ് ഉമ്മാമ്മയുടെ പേര്. ഉമ്മാമ്മയുടെ മോളെ പേര് സഫീറ എന്നാണ് കേട്ടോ. അപ്പോൾ ഉമ്മാമ്മയുടെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. ഉമ്മാമ്മ എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല കേട്ടോ. ഉമ്മാമ്മ ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എനിക്ക് നല്ല ചൂടോടെ ഈ മീൻ കറി വെച്ച് തരും. എന്ത് രുചിയായിരുന്നു എന്നറിയോ അത്. വേറൊരു കാര്യം മറന്നുപോയി മീൻ കറിയിലിടാൻ. മെയിനായിട്ടും നമ്മൾ കാര്യം കഴിഞ്ഞ് എടുത്ത് കളയുന്നൊരു സാധനം ഇടാൻ മറന്നുപോയി. അത് നോക്കാൻ വന്നപ്പോഴേ ഞാൻ ആ മൾബറി അവിടെ കണ്ടത് കേട്ടോ. പിന്നെ അവനെയും കൂടെ ഒന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. പുള്ളി വൈറലാവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വന്നു. നമ്മുടെ താഴെ തന്നെ മതിലിനോട് ചേർന്ന് തന്നെ കറിവേപ്പ് മരമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 3 ഇതളെ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. കൊണ്ടുവന്ന് ഞാൻ കറിയിലോട്ടിട്ടു.
ഉമ്മാമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ വീട്ടിൽ. ഞാനന്ന് 10ൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ 10ാം ക്ലാസ് എക്സാമൊക്കെ എഴുതുന്നത് ഉമ്മാമാരെ വീട്ടിൽ നിന്നിട്ടാണ്. സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ് എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടിട്ട്, ക്രിക്കറ്റിൻ്റെ ABCD അറിഞ്ഞൂടാത്ത ഞാൻ ക്രിക്കറ്റ് കളിയും കണ്ടിട്ടാണ് പോയത്. അപ്പം താഴെ ഒരു മാമനുണ്ട്, സുഗന്ധൻ എന്ന് പറയും. മാമനും ഇപ്പം ഇല്ല. മാമൻ ഇങ്ങനെ പിറ്റേന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എക്സാം അല്ലായിരുന്നോ, നിൻ്റെ ബഹളം ഞാൻ എവിടെ കേട്ടു എന്ന് പറഞ്ഞായിരുന്നു. ഓരോരുത്തരും ഓരോ നാട്ടുകാരും സ്പെഷ്യലാണ്. ഓരോ ആളുകളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് ഒരു കാര്യവുമില്ലാതെ ആരും ആരുടെയും ജീവിതത്തിലൂടെ കടന്നു പോകില്ല എന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി, മീൻ പൊരിച്ചതും റെഡിയായി. ദേ ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.